നമസ്കാരം, പെറ്റ് സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നുള്ളത് പാലക്കാട് ജില്ലയിലെ കൊടുവായൂരുള്ള ശേഖരേട്ടൻ്റെ കൂട്ടിലാണ്. ഇപ്പോൾ കല്യാൺ വർഗം എന്ന് പറയുന്ന വർഗം പ്രാവുകൾ കൂടുതലായിട്ട് വെച്ച് പോറ്റി വരുന്ന ഒരു കൂടാണ് ശേഖരേട്ടൻ്റെ. അപ്പോൾ ശേഖരേട്ടൻ ഇവിടെ വളർത്തുന്ന പ്രാവുകളെയും അതുപോലെ തന്നെ പ്രാവ് വളർത്തുന്ന രീതിയും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ശേഖരേട്ടൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ച് ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പ്രിയ സഹോദരന്മാരെ, എൻ്റെ പേര് ശേഖരൻ എന്നാണ്. ഞാൻ ഇതുവരെ പാലക്കാടായിരുന്നു എൻ്റെ വീടും എൻ്റെ തറവാടും എൻ്റെ പ്രാവുക്കൂടും എല്ലാം. പക്ഷേ 1-1.5 വർഷമായി എൻ്റെ മോളുടെ കസ്റ്റഡിയിൽ മോളുടെ വീട്ടിലാണ് ഞാൻ താമസം. അതിനോടൊപ്പം തന്നെ എൻ്റെ പ്രാവുക്കൂടും ഞാൻ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. പ്രാവുമായിട്ട് ഒരുപാട് ചെറുപ്പം മുതൽക്ക് തന്നെ ഈ പ്രാവിനെ സ്നേഹിക്കുകയും പ്രാവിൻ്റെ പിന്നാലെ നടക്കുകയും എല്ലാം ആരോട് ചോദിച്ചാലും പറയുന്നതാണ്. പക്ഷേ എൻ്റെ കാര്യം നേരെ വിപരീതമായാണ്. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വീട്ടുപാഠം പറയും. ഞാൻ പഠിച്ചത് തമിഴാണ്. വീട്ടുപാഠം പറയും. വീട്ടുപാഠം എഴുതിയിട്ട് വരാത്ത കുട്ടികൾക്ക് ചന്തിയിൽ ഒരു തോലുണ്ടാവില്ല. അതുപോലെ തന്നെ കൈ മടക്കില് സ്കെയില് ചരിച്ചു വെച്ചിട്ടുള്ള അടിയായിരിക്കും. ആ അടിയെ പേടിച്ച് സ്കൂളിലേക്ക് പോകാതെ മാറി നടക്കുമ്പോൾ നമ്മൾ പോകുന്നത് നേരം പോകാൻ വേണ്ടിയിട്ട് ഓരോരോ പ്രാവുക്കൂട്ടിലാണ് ആദ്യമായി പോയി കയറിയത്. അങ്ങനെ അതൊരു ശീലമായി മാറി. അങ്ങനെ പ്രാവിൻ്റെ അഡിക്റ്റായി മാറി. കുറേ 10ാം ക്ലാസ് വരെയും പ്രാവിൻ്റെ പിന്നാലെ നടന്നു. അത് കഴിഞ്ഞ് ഞാൻ പല വീടുകളിലുമായിട്ടാണ് ചെറുപ്പത്തിൽ പ്രാവ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ എൻ്റെ പ്രാവുകളെ എൻ്റെ അനിയനെ ഏൽപ്പിച്ച് ഞാൻ അതിൽ നിന്നും പിന്തിരിഞ്ഞു. പിന്നീട് ഞാൻ രംഗത്ത് വരുന്നത് 82-ലാണ്. വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രാവ് ഫീൽഡിലേക്ക് വരുന്നത്. അതിനുശേഷം ഇന്ന് വരെയും ഈ പ്രാവുകളുമായി മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, പ്രാവ് വളർത്തുന്നതിലുള്ള നേട്ടവും കോട്ടവും, പ്രാവ് വളർത്തുന്നത് വിദ്യാഭ്യാസം പഠിച്ചുകൊണ്ടിരിക്കുന്ന യുവാക്കൾക്ക് അനുയോജ്യമായ ഒന്നല്ല. കാരണം ഞാൻ ഇൻ്റർവ്യൂവിലും വിട്ടു സിനിമ വിടാനായി. ഞാൻ എങ്ങനെ പ്രാവിൻ്റെ പിന്നാലെ നടന്നാലും എനിക്കൊരു കാര്യങ്ങൾ വരാനുള്ള എൻ്റെ മക്കളുടെ വിവാഹം കഴിഞ്ഞു. അവർക്കൊക്കെ ഇരിക്കാൻ താമസങ്ങളായി, വീടുകളായി, അവർക്കൊക്കെ മക്കളും കുട്ടികളുമായി നല്ല രൂപത്തിൽ ജീവിക്കുന്നുണ്ട്. അപ്പം ഞാൻ എങ്ങനെ പോയാലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ എൻ്റെ പേരക്കുട്ടികളെ ഈ പ്രാവുമായിട്ട് അടുപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഒന്ന്, ചെറുപ്രായത്തിൽ പ്രാവ് കൂടുതൽ കുട്ടികളെ കൊണ്ടുവരുന്ന സമയത്ത് പ്രാവുകൾ ചിറകിട്ടടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന പൊടിപടലങ്ങൾ കുട്ടിക്ക് ശ്വാസകോശത്ത് തകരാറുണ്ടാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. 2, ഇതൊരു ലഹരിയാണ്. ഈ ലഹരി, നമ്മളിപ്പോൾ ഒരാൾ മദ്യപാനത്തിൻ്റെ പിന്നാലെ പോകണം, ഒരാൾ ചീട്ടിൻ്റെ പിന്നാലെ പോകണം. അതേ നേരത്ത് എന്നെപ്പോലെയുള്ള ആളുകൾ ഒരു 50 രൂപയുണ്ടെങ്കിൽ 50 ഉൾപ്പെടെ പ്രാവിനെ ആഹാരം വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ മണിക്കൂർ കണക്കിൽ അതിൻ്റെ പിന്നിൽ നടക്കുമ്പോൾ നമുക്ക് മദ്യപാനമോ മറ്റുള്ള കാര്യങ്ങൾക്കോ പോകാനുള്ള ആ ഒരു സമയം കിട്ടാത്തതിനാൽ നമ്മൾക്ക് അതിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട്. അതൊരു നേട്ടം തന്നെയാണ്. അതേ നേരത്ത് ഒരു പ്രാവിനെ നമ്മൾ രാവിലെ വിട്ടു, ആ വിടുന്ന പ്രാവ് വിചാരിച്ച സമയത്ത് ഇറങ്ങിയില്ല എന്നിരിക്കട്ടെ, അന്നത്തെ തൊഴിൽ നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഒരുപാട് പ്രാവ് വളർത്തുകാർക്കും കഥ പറയാനുള്ളത് ഈ ഒരു കാര്യമായിരിക്കും. അവനവൻ്റെ തൊഴിൽ നഷ്ടപ്പെടുന്നത് പ്രാവുകൾ പറക്കാൻ വിട്ടോ അല്ലെങ്കിൽ രാവിലെ തുറന്നു വിടുന്ന സമയത്ത് മാറിപ്പോവുക എന്തെങ്കിലും ചെയ്യുമ്പോൾ പിന്നീട് അവനവൻ്റെ തൊഴിൽ നഷ്ടപ്പെടുകയും അതുമായി അനുബന്ധിച്ച് അവനവൻ്റെ വീട്ടിൽ അവൻ ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുകയാണ്. നമ്മൾ പരമാവധി അവനവൻ്റെ ചെയ്യുന്ന തൊഴിൽ സത്യസന്ധമായി ചെയ്ത് അവനവൻ്റെ കുടുംബം നല്ല രൂപത്തിൽ നോക്കിയാൽ വീട്ടുകാരുടെ സപ്പോർട്ട് നമ്മൾക്ക് നല്ല രൂപത്തിലുണ്ടാകും. നമ്മൾക്ക് പ്രാവ് നല്ല രൂപത്തിൽ വളർത്താനും ഒരാളുടെ സപ്പോർട്ടില്ലാതെ ആർക്കും തന്നെ പ്രാവുകൾ പറപ്പിക്കാൻ പറ്റുകയില്ല. എപ്പോഴും ഒരു പ്രാവ് നമ്മൾ പറപ്പിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവരും അറിയുന്നതാണ്. നമ്മൾ 9 മാസക്കാലം പ്രാവുകൾക്ക് തിന്നാൻ കൊടുത്ത് വളർത്തി ആ പ്രാവുകൾക്ക് കുഞ്ഞെടുത്ത് ആ കുഞ്ഞിനെ നമ്മൾ മത്സരത്തിന്
ഓരോ പറവക്കാരൻ്റെയും ഒരു ഉത്സവമാണ് നമ്മുടെ പ്രാവ് മത്സരം എന്ന് പറയുന്നത്. ആ മത്സരത്തിൽ നമ്മൾ പങ്കെടുത്ത് നമ്മളെ പ്രാവുകൾ വെറും 10 മണിക്കൂറാണോ പറന്ന്, ആ 10 മണിക്കൂർ നമ്മളുടെ ഒരു സർട്ടിഫിക്കറ്റിൽ നമുക്ക് രേഖയിൽ കാണും, നമുക്ക് എവിടെയും അവകാശപ്പെടാം എൻ്റെ പ്രാവ് 10 മണിക്കൂർ പറന്നു എന്ന്. അതല്ലാത്ത പക്ഷം നമ്മൾ പ്രാവിനെ വിട്ടു, മത്സരത്തിലൊന്നും ചേർന്നില്ല എന്നിരിക്കട്ടെ, എൻ്റെ പ്രാവ് 25 മണിക്കൂർ പറന്നാലും അത് രേഖയായിട്ട് വരുന്നില്ല. അപ്പോൾ പരമാവധി ആളുകൾ മത്സരത്തിൽ പങ്കെടുക്കുക, അവനവൻ്റെ പറവയുടെ അവസാന സമയം കുറിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. പരമാവധി മത്സരങ്ങളിൽ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ എങ്കിലും സ്റ്റേജിൽ കയറി ആ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക. കാരണം നമ്മളെ സ്റ്റേജിൽ കയറാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്ന പ്രാവുകളുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങിക്കാതെ അതിനെ നിരുത്സാഹപ്പെടുത്തുന്നത് വളരെ മോശമായ കാര്യമാണ്. ആയതിനാൽ അവനവൻ്റെ കഴിവിനനുസരിച്ച് മത്സരങ്ങളിൽ മാത്രം ചേരുക, നല്ല രൂപത്തിൽ പ്രാവുകളെ വളർത്തുക, നല്ല രൂപത്തിൽ പറപ്പിക്കുക. മത്സരത്തിൽ ചേർന്ന് അതാത് സമയമാകുമ്പോൾ തന്നെ പ്രാവുകളുടെ ആ ടൂർണമെൻറ്റ് ഫീസ് എന്താണോ അത് കൊടുത്ത് നമുക്ക് കിട്ടുന്ന ഫിക്സറിൽ നമ്മുടെ പേര് വരാനുള്ള സാഹചര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ അടിക്കുന്ന പ്രൈസിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനും ഉള്ള സാഹചര്യങ്ങൾ ഒരുക്കി എടുക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങളോട് ഞാൻ പറഞ്ഞു 82 ഞാൻ പ്രാവിൽ വീണ്ടും വന്നു. ചെറുപ്പം മുതൽ എനിക്ക് ഈ പ്രാവ് പിടിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് വെറുപ്പാണ്. എനിക്ക് പറപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. ഒരു 90 കാലഘട്ടത്തിൽ എൻ്റെ ശിഷ്യനായി എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ മകനായിട്ട് ഞാൻ കണക്കാക്കിയിട്ടുള്ള ഇന്ന് പാലക്കാട് ഡിസ്ട്രിക്ട് ടൂർണമെൻറ്റ് നടത്തുന്ന മണി, ഈ മണി ആണ് എൻ്റെ കൂട്ടിലെ എൻ്റെ ജാക്കിയും എൻ്റെ മോനും. ഞങ്ങൾ അന്നത്തെ സമയത്ത് വിരലിൽ എണ്ണാവുന്ന മത്സരങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അത് മാണിക്കേട്ടൻ, യൂസപ്പണ്ണൻ, അങ്ങനെയുള്ള പഴയ ആളുകളുടെ വാച്ച് പന്തയം, അങ്ങനെയുള്ള പന്തയങ്ങളാണ്. അത് ഞങ്ങൾക്ക് ഇനി കല്ലേക്കാടിൽ നിന്ന് പ്രാവ് പറപ്പിക്കണം എന്ന ആഗ്രഹം വന്നു കഴിഞ്ഞാൽ ഈ പ്രാവിനെ ഞങ്ങൾ സൈക്കിളിൽ കൊണ്ടുപോയിട്ട് ചുണ്ണാമ്പ് തറയിൽ കൊണ്ടുപോയിട്ട് വേണം പ്രാവിനെ വിടാൻ. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഞങ്ങളൊക്കെ രംഗത്ത് വരുന്ന സമയത്ത് ഈ ആഴ്ചപ്പന്തയങ്ങൾ ഗംഭീരമായിട്ട് നടക്കുന്ന സമയമാണ്. ഈ ആഴ്ചപ്പന്തയത്തിൽ എങ്ങനെ വിട്ടാലും 10 മത്സരത്തിൽ വിട്ട ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 മത്സരത്തിലെങ്കിലും നമ്മൾക്ക് പ്രൈസുകൾ ഉണ്ടാവും. ആ പ്രൈസുകൾ മുഴുവൻ മറ്റേ പന്തയത്തിനുള്ള കാശ് കിട്ടുന്നത് മണിയായിരിക്കും, പ്രൈസ് മണി വാങ്ങിക്കുന്നത് മണിയായിരിക്കും. ആ ആഴ്ചപ്പന്തയങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കല്യാൺ ടൂർണമെൻറ്റ് ഇവിടെ നിലവിൽ വന്നു. ആ കല്യാൺ ടൂർണമെൻറ്റുകാർ നടത്തിയ ഗോൾഡ് ടൂർണമെൻറ്റും ആ ഗോൾഡ് അടിച്ചതും നമുക്ക് അടിച്ചത് അതും മണിയാണ് വാങ്ങിച്ചത്. അതുപോലെ അണ്ടാവ് പന്തയം പറഞ്ഞിട്ടും ഓരോരോ പന്തയങ്ങളെല്ലാം ഇതെല്ലാം ആ സമയത്ത് വളരെ ഗംഭീരമായി നടന്നുകൊണ്ടിരുന്നു. ഒരുപാട് പ്രൈസുകൾ അന്നത്തെ കാലങ്ങളിൽ വാങ്ങിച്ചിട്ടുണ്ട്. അതിനുശേഷം മറ്റേ കല്യാൺ ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ അവർ പറപ്പിച്ച ഒരു സമയമാണ് രാത്രി 2 നാഷണൽ ടൂർണമെൻറ്റിൽ. ആ രാത്രി പ്രാവ് പറക്കും എന്ന് നമ്മൾക്ക് പാലക്കാട്ടുകാർക്ക് കാണിച്ചു തന്ന ഒരു ടീമാണ് കല്യാൺ റെസ്റ്റോറൻറ്റ്. അതുപ്രകാരം ഞാൻ അവരുമായിട്ട് ലിങ്കായി അവരുടെ പ്രാവ് പറക്കണതും അവരുടെ പ്രാവിനെ തീറ്റ കൊടുക്കുന്നതും ഇതെല്ലാം കാണാൻ വേണ്ടി പോയി ഞാൻ അവിടുത്തെ ഒരാളായി മാറി. അന്നു മുതൽ ഞാൻ മറ്റുള്ള പ്രാവുകളെ ഒഴിവാക്കിക്കൊണ്ട് കല്യാൺ വഴിക്കുള്ള പ്രാവുകളാണ് എൻ്റെ കയ്യിൽ അന്നും ഇന്നും 80% ഞാൻ സ്വരൂപിച്ച് വെച്ചിട്ടുള്ളത് കല്യാൺ പ്രാവുകളാണ്. അതിൻ്റെ കുറേ പ്രാവുകൾ ഉണ്ട്. ആ പ്രാവുകൾക്കുള്ളത് ഏറ്റവും ചുരുങ്ങിയത് 10 വയസ്സിന് മേലെ ഒരു പ്രാവിനെ കാണിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ കല്യാൺ പ്രാവ് വെച്ച ഒരാളുടെ അടുത്തും അത് കാണിക്കാൻ എണ്ണം ഉണ്ടാകില്ല. ആയുസ് ലേശം കമ്മിയാണ്. ആ പ്രാവ് എന്തായാലും ഒരു 10 കൊല്ലം 12 കൊല്ലം ആകുമ്പോഴേക്കും എന്തെങ്കിലും കാരണവശാൽ ചത്തുപോകും. അന്നും ഇന്നും നമ്മൾ ആ പ്രാവിനെ ഒരു പൊക്കിഷനായി കാത്തുകൊണ്ട് അതിനങ്ങനെ നിലനിർത്തി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ആ പ്രാവുകൾ നമ്മുടെ കയ്യിലുണ്ട്. അത് ഇപ്പോഴും വലിയ പന്തയങ്ങളല്ലെങ്കിലും
രാത്രി ഒരു 12 ചില്ലറയും 2 ചില്ലറയും 1 ചില്ലറയും എന്നുള്ള നിലയ്ക്കുള്ള മത്സരങ്ങളിൽ പങ്കെടുത്ത് പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ ഇപ്പോൾ കോഴിക്കോട് മലബാർ ടൂർണമെൻറ്റിലാണെച്ചാലും അതുപോലെ തന്നെ പാലക്കാട് വെണ്ണക്കര ടൂർണമെൻറ്റ്, ഡിസ്ട്രിക്ട് ടൂർണമെൻറ്റ്. ഈ ഡിസ്ട്രിക്ട് ടൂർണമെൻറ്റ് പാലക്കാട് കല്യാൺ റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കിയതിന് ശേഷം അതിനുശേഷം ഞാൻ ചാർജ് എടുത്ത് ഞങ്ങൾ കുറച്ച് ആൾക്കാർ, അന്നത്തെ ആൾക്കാർ എന്ന് പറയുമ്പോൾ അന്ന് ഈ ആ കല്യാൺ ടൂർണമെൻറ്റ് ഉണ്ടാക്കാൻ തന്നെ ഒലവക്കോടുള്ള അഫ്സർ, ലാല്, അതുപോലെ തന്നെ നമ്മുടെ ആഷിം, അനിൽ, ഇങ്ങനെയുള്ള പഴയ ആൾക്കാർ. അന്നൊന്നും നമ്മളൊന്നും ഒന്നുമല്ല, അവരാണ് ആ ടൂർണമെൻറ്റ് ഉണ്ടാക്കിയത്. അങ്ങനെ അവരിനായിട്ട് ലിങ്കായപ്പോൾ നമ്മളെ അതിൽ ഒരു കണ്ണിയായി ചേർത്തി. അങ്ങനെ ആ ടൂർണമെൻറ്റിൽ ഒരു അംഗമായി മാറി. പിന്നീട് ഇവരെല്ലാം ഒഴിവാകുമ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ചേർന്ന് ആ കല്യാൺ ടൂർണമെൻറ്റിന് നിലനിർത്തി കൊണ്ടുവന്ന് ആ നിലനിർത്തി കൊണ്ടുവന്ന ടൂർണമെൻറ്റിനെ ഡിസ്ട്രിക്ട് ടൂർണമെൻറ്റാക്കി. ആ ഡിസ്ട്രിക്ട് ടൂർണമെൻറ്റാണ് ഇന്നത്തെ ഞാൻ എൻ്റെ മകനായി കണക്കാക്കുന്ന മണിയെ ഏൽപ്പിച്ച് അത് ഇന്ന് നല്ല രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം ബ്രദേഴ്സ് പിജിയൻ പ്ലേയിങ് അസോസിയേഷൻ പറഞ്ഞൊരു ടൂർണമെൻറ്റ് രൂപീകരിച്ചു. അതിന്ന് രാകേഷ് എന്ന് പറയുന്ന ഒരു പയ്യൻ അവനായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ എല്ലാത്തിൽ നിന്നും വിരമിച്ച് വാർദ്ധക്യ പെൻഷൻ വാങ്ങിച്ച് വീട്ടിലിരിക്കുന്ന ആ ഒരു റിട്ടയർമെൻറ്റാണ്. ഇനി എനിക്ക് ഓടാൻ വയ്യ, എനിക്ക് 68 വയസ്സായി. ഇനി എനിക്ക് അതിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കല്യാൺ ടൂർണമെൻറ്റ് ഡിസ്ട്രിക്ട് ടൂർണമെൻറ്റായി ഇന്നും നല്ല രൂപത്തിൽ പാലക്കാട് ആ ഡിസ്ട്രിക്ട് ടൂർണമെൻറ്റ് രൂപീകരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ 30,000 ടൂർണമെൻറ്റായി, വണ്ണക്കര 2 ടൂർണമെൻറ്റുകളായി. അങ്ങനെ പല 8-9 ടൂർണമെൻറ്റുകൾ പാലക്കാട്ടിലേക്ക് വന്നു. ആ 8 ടൂർണമെൻറ്റുകളിൽ കമ്മിറ്റികളും ചേർന്നിട്ട് ഒരു സേവ് പിജിയൻ ടൂർണമെൻറ്റ് കമ്മിറ്റി രൂപീകരിച്ചു. ആ സേവ് പിജിയൻ ടൂർണമെൻറ്റ് നല്ല രൂപത്തിൽ അത് നടന്നുപോകുന്നുണ്ട്. അതുകൊണ്ട് പാലക്കാട്ടിൽ ഇന്ന് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഇവിടെ ഒരു 25 മണിക്കൂർ ഒരാൾ പ്രാവ് പറപ്പിച്ചു. അതിൻ്റെ 2 വർഷം കഴിയുമ്പോൾ തന്നെ ഒരാൾ 29 മണിക്കൂറിന് കൂടുതൽ പ്രാവ് പറപ്പിച്ചു. ഒരാൾ 33 മണിക്കൂർ പ്രാവ് പറപ്പിച്ചു. അങ്ങനെ പ്രാവുകൾ ഓരോരോ സമയം ഓരോരോ വർഷവും റെക്കോർഡുകൾ പാലക്കാട്ടത്തെ റെക്കോർഡ് പാലക്കാട്ടുകാരനെ ഭേദിച്ച് ഇന്ന് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല പറവ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് പാലക്കാട്ടിലെ പേഴുങ്കര ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു വളർത്തുകാരനാണ്. പ്രാവ് പറപ്പിക്കുന്ന സാഹചര്യത്തിൽ എപ്പോഴും 2-3 ആളുകളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നാം വിചാരിച്ചതുപോലെ പ്രാവുകളെ നല്ല രൂപത്തിൽ പറപ്പിക്കാൻ കഴിയുകയുള്ളൂ. പ്രാവ് പറപ്പിക്കണമെങ്കിൽ ഒന്ന്, നമ്മുടെ കയ്യിൽ നല്ല രൂപത്തിലുള്ള പ്രാവുകൾ ഉണ്ടാകണം. 2, സാമ്പത്തികം ഉണ്ടാകണം. 3, വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടാകണം. 4, നമ്മളുടെ പറപ്പിച്ച് ഇറങ്ങുന്ന സ്ഥലം, നല്ല സമയം നമ്മൾക്ക് ഉണ്ടാകണം. എല്ലാം ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമാണ്. ഇപ്പം നമ്മൾ സമയം ഒന്ന് മോശമാകുമ്പോൾ നമ്മൾ വെയിലത്ത് വിട്ട പ്രാവ് മഴയായിരിക്കും വരിക, മഴയത്ത് പറക്കാതെ വരും. അപ്പം എല്ലാം ഒത്തു കിട്ടിയാൽ മാത്രമാണ് നമ്മൾക്ക് ഒരു ടൈമുകൾ അടിക്കാൻ കഴിയുള്ളൂ. ഇന്ന് ടൈം അടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് വീണ്ടും നമ്മൾ അതിന് വേണ്ടി ട്രയൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ വർഷം നമുക്ക് ആ ഒരു ടൈം കിട്ടിയിട്ടില്ലെങ്കിൽ 4 വർഷം കഴിഞ്ഞാലും ആ ഒരു ടൈം കിട്ടും. അതിന് ഏറ്റവും ചെറിയ ഉദാഹരണമാണ് ഇന്നത്തെ ഇബ്രാഹിം. എൻ്റെ അറിവിൽ തന്നെ 10-15 വർഷങ്ങൾക്ക് മുന്നിൽ തന്നെ ഞങ്ങൾ കല്യാൺ ടൂർണമെൻറ്റ് നടത്തുന്ന സമയത്ത് തന്നെ രാത്രി 7 ചില്ലറയും പറപ്പിച്ച് അവൻ ടൂർണമെൻറ്റിൽ പ്രൈസ് അടിച്ച പയ്യനാണ്. പിന്നീട് അവൻ്റെ പ്രാവുകൾ 12 മണി പറന്നു, 2 മണി പറന്നു, 3 മണി പറന്നു. ഇപ്പോഴാണ് ആ പ്രാവ് 33 മണിക്കൂർ പറന്നത്. അപ്പോൾ പ്രാവ് എന്ന് പറയുന്ന ആ ഒരു സാധനത്തിൻ്റെ പേരിൽ വില്ലത്തരം പറയാതെ സത്യസന്ധമായി എല്ലാവരോടും സൗമ്യമായി പ്രാവുകളുമായി ഇടപഴകുക. എല്ലാവർക്കും തന്നെ നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്ക് ആ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് പറയാനുള്ളൂ.